ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലായിരിക്കുന്ന ദൈവം നമുക്ക് പിതാവാണ്. നമ്മൾ അനാഥരല്ല. സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. എന്നാൽ ആ ബന്ധം അധികമായി ഉറപ്പിക്കപ്പെടുന്നത് ഇഹലോകത്തിലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം 44 യേശു കർത്താവ് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്തിനാണ്? സ്വർഗത്തിലിരിക്കുന്ന നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന്. അതേ, നമ്മെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി വാക്കുകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട്, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഒക്കെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞാൽ, നമ്മുടെ ശത്രുക്കളെ നമുക്കൊന്ന് സ്നേഹിപ്പാൻ കഴിഞ്ഞാൽ, സ്വർഗത്തിരിക്കുന്ന പിതാവ് ഇപ്രകാരം പറയും, ദാ ഇതാണെന്റെ മകൻ, ഇതാണെന്റെ മകൾ. ഈ ലോകത്ത് നമ്മൾ ആ ഒരു സെറ്റിൽമെന്റ് നടത്തുമ്പോൾ സ്വർഗത്തിൽ പിതാവ് സന്തോഷിക്കും. ഇത് തന്നെയാണ് യേശു കർത്താവ് പറഞ്ഞത്. മത്തായി സുവിശേഷം 5:23 പറഞ്ഞത്, നിങ്ങൾ യാഗപീഠത്തോടടുത്ത് വരുമ്പോൾ, വഴിപാടുമായിട്ട് നിങ്ങൾ ഓൾട്ടറിനോട് അടുത്ത് വരുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി അടുത്ത് വരുമ്പോൾ, സഹോദരനോട് നിരപ്പ് പ്രാപിക്കേണ്ട കാര്യം ഓർമ്മ വന്നാൽ, വഴിപാട് അവിടെ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനോട് നിരന്നിട്ട് വരണം. കർത്താവിനെ കാണുവാൻ, കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ മുഖാമുഖമായി ദർശിക്കുവാനായിട്ട് അടുത്ത് വരുന്നതിന് മുമ്പായിട്ട് ദൈവം വയ്ക്കുന്ന ഒരു നിബന്ധന ഇതാണ്, സഹോദരനോട് നിരന്നിട്ട് വരണം. എന്നാലേ സ്വർഗത്തിന്റെ വാതിലുകൾ എനിക്കും നിങ്ങൾക്കുമായിട്ട് തുറന്നു വരത്തുള്ളൂ. അതേ, ഇഹലോകത്തിൽ നമുക്കെതിരെ പ്രവർത്തിച്ചവരോട്, പറഞ്ഞവരോട്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരോട് സ്നേഹത്തോടെ ഇടപെടാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാം. കഴിഞ്ഞാൽ സ്വർഗത്തിലിരിക്കുന്ന പിതാവ് പറയും, നിങ്ങളാണ് എൻ്റെ പുത്രൻ, എൻ്റെ പുത്രി. ഗോഡ് ബ്ലസ് യു.